ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ സത്യമ്മ ഇങ്ങനെ വന്നിട്ട് നോക്കുകയാണ്. മുകളിലത്തെ റൂമിലേക്ക് ചെന്നിട്ട് പറയാം, വിഷ്ണു അല്ലേ കിടക്കുന്നത്, പിന്നെ എല്ലാവരും കൂടെ എന്നെ പറ്റിക്കുമായിരുന്നു. സ്കൂളിൽ വിഷ്ണു ചെന്നെന്ന് പറയുന്നത് എല്ലാവരും കൂടെ എന്നെ വെടിയാക്കുക, എന്ത് ഞാൻ സഹിക്കും, പക്ഷേ എന്നെ പറ്റിച്ചാൽ അത് മാത്രം ഞാൻ ക്ഷമിക്കത്തില്ല. എല്ലാവരും കൂടെ എന്നെ തോൽപ്പിക്കാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് കട്ടിലിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട്, എടാ വിഷ്ണു മോനെ, എടാ എഴുന്നേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അപ്പോഴേക്കും കമലിനെ ആണല്ലോ കിടക്കുന്നത്. കമലിനിങ്ങനെ കിടക്കുന്ന സത്യമ്മ വന്ന് വിളിക്കുന്നുണ്ട്. കമൽ പുതപ്പയിൽ ഇങ്ങനെ മുറുക്കെ പിടിച്ചേക്കാണ്. അപ്പോഴേക്കും സത്യാമ്മ വീണ്ടും വീണ്ടും വിളിക്കുന്നു, വിഷ്ണു എഴുന്നേക്ക്, നമുക്ക് താഴേക്ക് പോകാമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട്. പക്ഷേ കമൽ മുറുക്കെ പിടിച്ചേക്കാണ് പുതപ്പയിൽ. എന്നിട്ട് സത്യാമ്മ വിളിക്കുകയാണ്, എടാ മോനെ വാടാ, നമുക്ക് താഴേക്ക് പോകാമെന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കുകയാണ്. അപ്പോഴേക്കും പുതപ്പെടുത്ത് വലിച്ചു മാറ്റി സത്യാമ്മ. എന്നിട്ട് തലകണെ അമർത്തി പിടിച്ചേക്കാണ് കമലിൻ്റെ മുഖം. അതുകൊണ്ട് സത്യാമ്മയ്ക്ക് മുഖം മനസ്സിലാകുന്നില്ല. അപ്പോഴേക്കും അവിടെ നിന്നൊരു വടിയെടുത്ത് കമലിൻ്റെ ബാക്കിലൂടെ ഒറ്റയടി മുടിയെ പിടിച്ച് വലിക്കുമ്പോഴത്തേക്കിനുമാണ് കമലിനെ കാണുന്നത്. അപ്പോഴേക്കും വേഗം കമലൻ കൈ രണ്ടും കോപ്പിയിട്ട് സത്യാമ്മയെന്ന് വിളിക്കുകയാണ്. സത്യാമ്മ ക്ഷീണിച്ചിരിക്കുകയാണ്, കമലിന് ക്ഷീണിച്ചിരിക്കുകയാണ്. എന്നിട്ട് വേഗം എവിടെയാ വിഷ്ണു എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും പറയാം, ആശാൻ പഠിക്കാൻ സ്കൂളിലേക്കെന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കിനും സത്യാമ്മയുടെ തുറന്ന് കമലിൻ്റെ കിട്ടുകയാണ്. എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, വിഷ്ണു എന്താണ്? അപ്പോൾ പറയുകയാണ്, വരുന്നിടം വരെ ഇവിടെ കിടക്കാൻ എന്ന് പറയും. വീണ്ടും അടി കിട്ടുക. സത്യാമ്മ വന്നിട്ട് ചോദിക്കാം, നീ അപ്പോൾ അവനെ ഇറക്കി വിട്ടതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും കമലിൻ്റെ അടി കൊടുക്കുകയാണ്. പാവം കമലിൻ്റെ അമ്മയെന്നൊക്കെ പറഞ്ഞ് കരയാണ്. എന്നിട്ട് വാടാന്ന് പിടിച്ച് കമലിൻ്റെ കോളറെ പിടിച്ച് വലിച്ചിട്ട് താഴേക്ക് കൊണ്ടുപോവാണ്. ഇതെല്ലാം കൂടെ കണ്ട് രാഘവേട്ടനും ശ്യാമയും പൊന്നിയൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. എന്നിട്ട് കമലിനെ പിടിച്ച് വലിച്ച് പുറത്തോട്ട് കൊണ്ടുപോവാണ്. അപ്പോഴേക്കും രാഘവൻ നായർ ചോദിക്കുകയാണ്, എന്താ ശ്യാമ നീ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നത്. നിങ്ങൾ മിണ്ടരുത്, ഒരു മനുഷ്യർ മിണ്ടിയേക്കല്ല, എല്ലാവരും കൂടെ എന്നെ പറ്റിക്കുക എന്നുള്ള രീതി ഭയങ്കരമായിട്ട് റൈസ് ആയിക്കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോഴേക്കും നീയാണല്ലേ വിഷ്ണുവിനെ തുറന്നു വിട്ടെന്നുള്ള രീതി വീണ്ടും ചോദിക്കുമ്പോഴത്തേക്കും ശ്യാമ പറയണം, അത് പിന്നെ പപ്പിമോള് പറഞ്ഞിട്ട് അത് പറഞ്ഞ് കംപ്ലീറ്റ് ആക്കുന്നതിന് മുന്നേ സത്യം നീ വേണ്ടി പോകരുത്. അവൻ ആർക്ക് വേണ്ടിയാണ് പോയത്? വല്ലോറം കൊച്ചിനും തന്തയാവേണ്ട കാര്യം അവൻ എന്നെ അമ്മച്ചിയോട് ചോദിച്ചിട്ട് നീ ഇതുവരെ സത്യം പറയുന്നില്ലല്ലോ. ആ ഒരു ചോദ്യത്തിന് മാത്രം അവളെന്താ മറുപടി പറയാതെ അവനിന്ന് ഇങ്ങോട്ട് വന്നോട്ടെ, വല്ലോറം കൊച്ചിൻ്റെ തന്തയാവാൻ പോയതിന് ഇന്ന് വിഷ്ണുവിനെ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് സത്യാമ്മ ശ്യാമയോട് ചൂടാവുകയാണ്. അപ്പോഴേക്കാണ് കമലിന് അവിടെ നിന്നിട്ട് അല്ല പിള്ളച്ചേട്ടാ എന്ന് പറഞ്ഞൊരു കാര്യം പറയാനായിട്ട് ഇങ്ങനെ വരും. അപ്പോഴേക്കാണ് സത്യം ഇവൻ ഇവിടെ നിന്ന് ഇതുവരെ പോയില്ലെന്ന് ചോദിച്ചുകൊണ്ട് അവിടെ നോക്കുമ്പോഴേക്കും വടിയൊന്നും കാണുന്നില്ല. വേഗം നോക്കുമ്പോൾ രാഘവേട്ടൻ്റെ കയ്യിൽ ഇരിക്കുന്ന ബോക്കി സ്റ്റിക്കാണ് കാണുന്നത്. അത് മേടിച്ച് കമലിട്ട് അടിക്കാനായിട്ട് ഓടിക്കുകയാണ്. ഞാൻ സ്റ്റിക്കെ പിടിച്ച് വരയ്ക്കുമ്പോഴേക്കും രാഘവേട്ടൻ വീഴാൻ പോകുന്നുണ്ട്. ഇതൊന്നും ശ്രദ്ധിക്കാതെ സത്യാമ്മ കമലിൻ്റെ പുറകെ ഓടുകയാണ്. രാഘവേട്ടൻ വീഴാൻ പോകുമ്പോഴേക്കും ശ്യാമ കയറി പിടിച്ച് നേരെ നിർത്തുന്നുണ്ട്. അപ്പോഴേക്കും കമലിനാണ് അവിടെ കയറി നിലവിളക്കിന് ചുറ്റിനും കിടന്നോടുകയാണ്. അപ്പോഴേക്കും ഫാമയാണ് ഇതിന് പുറകെ ഇട്ട് ഓടിക്കുകയാണ്. അപ്പോഴേക്കും രാഘവൻ നേരെ ചോദിക്കുകയാണ്, എന്താ ഫാമ നിനക്ക് വട്ട് പിടിച്ചോ എന്ന് ചോദിക്കുകയാണ്. അത് എനിക്ക് ഭ്രാന്ത് പിടിക്കും, നിങ്ങളെല്ലാം കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കമലിൻ്റെ അടിക്കുന്ന അടി രണ്ടെണ്ണം പിള്ളച്ചേട്ടനും കൂടെ കിട്ടുന്നുണ്ട്. എന്നിട്ട് രാഘവേട്ടൻ പറയുകയാണ്, എടാ കമല നീ ഇറങ്ങി ഓടണം എന്ന് പറയുന്നുണ്ട്. ഇനി അതിൽ നിന്ന് രക്ഷപ്പെട്ട് കമല ഇറങ്ങി ഓടുന്നുണ്ട്. അപ്പോഴേക്കും സത്യം പറയുകയാണ്, ഇപ്പം നീ ഓടിക്കുക, നിന്നെ എൻ്റെ കിട്ടും, അന്ന് നിൻ്റെ അവസാനമാണല്ലോ എന്ന് പറയുന്നത്. ഇത് കേട്ടുകൊണ്ട് കമലിനാണ് ബൈക്ക് എടുത്തുകൊണ്ട് ഓടുകയാണ്. അപ്പോഴേക്കാണ് ശ്യാമ രാഘവേട്ടനെ അച്ഛാന്ന് പറഞ്ഞ് കയറി വീഴാൻ പോകുന്നതിനെ പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് പാമയുടെ ശ്രദ്ധയിൽ രാഘവേട്ടൻ വീഴാൻ പോയതൊക്കെ ഓർക്കുന്നത്. വേഗം വന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആരും ഒന്നും മിണ്ടുന്നില്ല. വേഗം പിള്ളച്ചേട്ടൻ പോയി മരുന്ന് എടുത്തുകൊണ്ട് വന്ന് പൊന്നു പോയി വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. അപ്പോഴേക്കും വേഗം വെള്ളം മേടിച്ച് കൊടുക്കുകയാണ്. എന്നെ പറ്റി രാഘവേട്ടാന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും പറയണം, ഒരു തലചുറ്റൽ പോലെ വന്നെന്ന് പറഞ്ഞു. രാഘവേട്ടൻ ഭയങ്കര ക്ഷീണത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഇപ്പം മാറിയോന്ന് ചോദിച്ചാൽ ഇപ്പോൾ കുഴപ്പമില്ല എന്നുള്ള രീതി പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീയോ വീട്ടിലാണ്. പപ്പിമോൾ ഓടിക്കൊണ്ട് വലിയ ട്രോഫി ശാരദാമ്മയുടെ കാണിക്കുകയാണ്. അപ്പോഴേക്കും ശാരദാമ്മ ഇത് എന്താ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും പറയാണ്, ഇത് ആർക്ക് കിട്ടിയാണെന്നറിയാം. അപ്പം പറയാം, മോക്ക് അല്ല, എനിക്ക് കിട്ടിയതല്ല, എൻ്റെ ബിഗ് ഫ്രണ്ടിന് കിട്ടിയതാ, ബിഗ് ഫ്രണ്ട് എനിക്ക് തന്നതാന്ന് പറയാം. അപ്പോഴേക്കും ബിഗ് ഫ്രണ്ടിന് വലിയ ഫ്രണ്ടിന് കിട്ടിയ എങ്ങനെ മോഡേ വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും പറയും, എൻ്റെ അച്ഛൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അച്ഛന് പകരമായിട്ട് ഇന്ന് ബിഗ് ഫ്രണ്ടാണ് എനിക്ക് വേണ്ടി മത്സരിക്കാൻ വന്നത്. അങ്ങനെ ഞാൻ മത്സരിച്ച് ജയിച്ചപ്പോൾ ബിഗ് ഫ്രണ്ടിനെ കിട്ടിയതാണെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് സന്തോഷമാണോ എന്തോന്നില്ലാത്തൊരവസ്ഥയാണ് കാണിക്കുന്നത്. എന്നിട്ട് സത്യ വീണ്ടും വീണ്ടും പറയണം, എൻ്റെ ബിഗ് ഫ്രണ്ട് എന്ന്. അപ്പോഴേക്കും ശാരദാമ്മ ഇങ്ങനെ പറയാണ്, ആരാ പറഞ്ഞ മോക്ക് അച്ഛനില്ലെന്ന്? മോക്ക് വേണ്ടി മത്സരിക്കാൻ വന്നതും മത്സരിച്ച് ജയിച്ചതും ഒക്കെ പിന്നെ ആരാ എന്നുള്ള രീതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോഴേക്കും സത്യമായിരിക്കണം, എന്താ സത്യാമ്മയെ ശാരദാമ്മയെ മനസ്സിൽ ഓർത്ത് ബിഗ് ഫ്രണ്ട് എങ്ങനെ ഓടിയെന്നാണ് അവർ അതെ എന്ന് പറയാണ്. അപ്പോൾ സത്യ പറയാണ്, ബിഗ് ഫ്രണ്ട് ഭയങ്കര ഓട്ടക്കാരനാണ്. ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഇതും കേട്ടോണ്ട് ശാലിനി വരുവാണ്. ശാലിനി വരുമ്പോഴത്തേനും പറയും, എനിക്കാണ് എല്ലാവർക്കും അച്ഛനും അമ്മയും ഉണ്ട്, എനിക്കാണെങ്കിൽ ആരും ഇല്ല, അമ്മയുണ്ടല്ലോ മത്സരം തുടങ്ങിയതിന് ശേഷം വന്നതെന്ന് ചോദിക്കും. അപ്പോൾ അതെന്താടിയെന്ന് ചോദിക്കും. അമ്മ തിരക്കിപ്പെട്ടു പോയി, ഞാനില്ല, എന്താ ബിഗ് ഫ്രണ്ട് വന്നല്ലോ, ബിഗ് ഫ്രണ്ട് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എന്തായാലും കളിച്ച് രക്ഷപ്പെട്ടു, എന്നെയും പപ്പി എടുത്തുകൊണ്ട് ബിഗ് ഫ്രണ്ട് പറക്കുമായിരുന്നു എന്ന് പറയാണ്. അപ്പോഴേക്കും ശാരദാമ്മ പറയണം, ശാരദാമ്മ അവിടെ ബിസ്ക്കറ്റും പാലും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പോയി കുടിക്കുന്നുള്ള രീതി പറഞ്ഞു വിടുകയാണ്. അപ്പോഴേക്കും പപ്പി അകത്തോട്ട് പോകാൻ പോയിട്ട് ഓടി വന്നിട്ട് ട്രോഫി എടുത്തിട്ട് വീണ്ടും എൻ്റെ ട്രോഫി എന്ന് പറഞ്ഞിട്ട് ട്രോഫി എടുത്തുകൊണ്ട് പോവാണ്. അപ്പോഴേക്കും ശാലിനി പറയണം, ഇന്ന് അവൾ മിക്കവാറും ട്രോഫിയും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങത്തുള്ളൂ. ശാരദാമ്മ പറയാണ്, അതല്ലേ അങ്ങനല്ലേ ഉള്ളൂ, അത് അവളുടെ അച്ഛൻ അവൾക്ക് വേണ്ടി മത്സരിച്ച് ജയിച്ച് മേടിച്ചു കൊടുത്തതല്ലേ, അതിന് വില കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് ആർക്കും പറ്റത്തില്ല, അത് വിഷ്ണുവിന് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് പറയാം. ശാലിനി പറയുകയാണ്, അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അവൾക്ക് മത്സരിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, അപ്പോൾ ശരിക്കും എനിക്ക് കണ്ണ് നിറഞ്ഞു പോയമ്മേ എന്ന് പറയുകയാണ്. അപ്പോഴേക്ക്
ശാരദാമ്മ പറയാണ്, മോളെ ഇതാണ് കാലചക്രം കറങ്ങുന്നത്, ഓരോ കണക്കും കാര്യങ്ങളും ഉണ്ടെന്ന് പറയുന്നത്, ഓരോന്നിനും അതിൻ്റെതായ കാര്യങ്ങളുണ്ട്, ഇന്നതേ നടക്കൂ ഇന്നതേ നടക്കാവൂ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ ശാരദാമ്മ പറയാണ്. ഇത് നമ്മൾ തീരുമാനിക്കുന്ന പോലല്ല മോളെ എന്നൊക്കെയുള്ള രീതിയിൽ പറയാണ്. അപ്പോഴേക്കും ശാലിനി പറയാണ്, ഇന്ന് അവൾ ഒരുപാട് സന്തോഷത്തിലായിരുന്നു, എന്നെ പോലും മൈൻഡ് ചെയ്യാതെ വിഷ്ണുവേട്ടൻ്റെ കൂട്ടത്തിൽ സത്യമോളും പപ്പിമോളും വിഷ്ണുവേട്ടനും അത് അവരുടെ ലോകമായിരുന്നു. ആ സ്കൂൾ മീറ്റം മുഴുവൻ ഭയങ്കര സന്തോഷത്തിലാണ്. ശാലിനിക്കാണ് ഇത് പറയുമ്പോൾ ഭയങ്കര സന്തോഷവും ആനന്ദക്കണ്ണീരും വിഷമവും കാര്യങ്ങളൊക്കെയാണ് ശാലിനിയുടെ മുഖത്ത്. എന്നിട്ട് ശാരദാമ്മ പറയണം, ഇന്ന് അവൾക്ക് ആ സന്തോഷം അടക്കാൻ പറ്റത്തില്ല എന്ന രീതിയിൽ പറയാണ്. ഉടനെ ശാലിനി പറയാണ്, ഇന്ന് അവൾക്ക് എന്തൊക്കെയോ നേടിയെന്നുള്ളൊരു സന്തോഷത്തിലാണ് വിഷ്ണുവേട്ടനുമായിട്ടുള്ള ആ ഒരു ഇടപെടലിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചെന്നൊക്കെയുള്ള രീതിയിൽ പറയാണ്. അപ്പോഴേക്കും ശാരദാമ്മയോട് പറയാണ്, ഇനിയെങ്കിലും ആ സത്യങ്ങളൊന്നും നമുക്ക് തുറന്ന് പറഞ്ഞുകൂടെ മോളെ, സത്യയുടെ ആ ഒരു വിഷമം കാര്യങ്ങളും കണ്ടിട്ട് ഇനി അവൾക്കിത് അറിയുമ്പോൾ കുറച്ചും കൂടെ സന്തോഷമല്ലേ ആവത്തുള്ളൂ, വിഷ്ണു തന്നെ അവളുടെ അച്ഛൻ എന്നറിയുമ്പോഴേക്കും എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് ശാരദാമ്മ അകത്തോട്ട് കയറിപ്പോവാണ്. പിന്നെ ശാലിനി അവിടെ നിന്ന് ചിന്തിക്കുകയാണ്, ഫാദേഴ്സ് ഡേക്ക് എല്ലാവരും അച്ഛനും അമ്മയൊക്കെ അച്ഛനെയും കൊണ്ടാണ് വരുന്നത്, എനിക്ക് അങ്ങനെ അച്ഛനില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ സത്യ കഴിഞ്ഞ ദിവസം ശാലിനിയോട് സംസാരിച്ചൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ അച്ഛൻ്റെ പേരെങ്കിലും ഒന്ന് പറയുവാണെങ്കിൽ എനിക്ക് അച്ഛനെ അറിയാമല്ലോ എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോഴേക്കും ശാലിനി തന്നെ പറയുകയാണ്, പറയാനാവില്ല മോളെ എനിക്കിപ്പോൾ നിന്നോട്, അതായത് നമ്മുടെ ശ്യാമയുടെ ലൈഫ് പോകും എന്നുള്ള രീതിയിലാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇപ്പോൾ ശ്യാമയുടെ ലൈഫിനകത്ത് രോഹിത്തും സത്യാമ്മയൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ കബളിപ്പിക്കപ്പെടുമായിരുന്നു. രോഹിത്തും സത്യാമ്മയൊക്കെ ശ്യാമയോട് എങ്ങനെയായിരിക്കും, ശ്യാമ അവിടെ നിന്ന് അടിച്ചിറക്കത്തേ ഉള്ളൂ. രോഹിത്താണെങ്കിൽ രാവിലെ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടിയ സമയത്ത് കുഞ്ഞിനോട് കാണിച്ച സ്നേഹം എല്ലാം കൂടെ ശാലിനി ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴേക്കും അനാഥനായിട്ടുള്ള ആ ഒരു രോഹിത്തിന് എവിടെ നിന്നോ കിട്ടിയ നിധി പോലാണ് പപ്പിമോള്. അപ്പോൾ അത് സ്വന്തം മോളിലെന്ന് അറിയുമ്പോഴത്തേക്കും രോഹിത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും, ശ്യാമയുടെ ലൈഫും കൂടി ഇല്ലാതാകും എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കിനുമാണ് ശാരദാമ്മ ചായ ആയിട്ട് വരുന്നത്. എന്നിട്ട് ചായ കൊടുത്തിട്ട് പറഞ്ഞത്, മോളെ ഇനിയെങ്കിലും സത്യയുടെ കാര്യത്തിലൊരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ, സത്യയുടെ അച്ഛനെക്കുറിച്ച് പറയണം എന്ന് പറയണം. അപ്പോഴേക്കും തന്നെ ശാലിനി ചോദിക്കുകയാണ്, അപ്പോൾ പപ്പിയുടെ കാര്യമോ എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ ശാരദാമ്മയ്ക്ക് സംസാരിക്കാൻ വാക്കുകളില്ലാതായിരിക്കുകയാണ്. എന്നിട്ട് പറയാം, മറ്റൊരാളുടെ വിഷമം കാണുമ്പോൾ എനിക്കൊരിക്കലും സഹിക്കത്തില്ല, അത് എൻ്റെ കൂടപ്പുറപ്പിൻ്റെയും കൂടെ ആകുമ്പോൾ എനിക്ക് ഒട്ടും പറ്റത്തില്ല എന്നുള്ള രീതി. ഇപ്പോൾ സത്യയ്ക്ക് എന്തായാലും ഒരു അച്ഛനുണ്ടല്ലോ, അത് അച്ഛനെ കണ്ടില്ല എന്നുള്ള വിഷമം മാത്രം ഒരാൾ മാത്രമല്ലേ അനുഭവിക്കുന്നുള്ളൂ. ഇതിപ്പം ഞാൻ ഈ സത്യങ്ങൾ പറഞ്ഞ ഒരുപാട് പേര് വിഷമിക്കേണ്ടി വരും, എന്നല്ലെങ്കിൽ നാളെ എന്തായാലും അവളുടെ അച്ഛൻ ഇതാണെന്ന് അറിയാമല്ലോ, ഈശ്വരൻ എന്തെങ്കിലും ഒരു വഴി അതിനുവേണ്ടി കാണിച്ചു തരും. അമ്മയ്ക്കറിയോ, ഞാൻ ഈ സത്യം പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ജീവിതം കിട്ടുമായിരിക്കും. പക്ഷേ ശ്യാമയെക്കുറിച്ച് അമ്മ ചിന്തിക്കുന്നുണ്ടോ, ശ്യാമയുടെ ലൈഫ് പിന്നെ എന്താവും, എന്നെപ്പോലെ പിടിച്ച് നിൽക്കാനുള്ള കഴിവോ കാര്യങ്ങളൊന്നും അവൾക്കില്ല, അവളിങ്ങനെ കരഞ്ഞ് അവളുടെ ലൈഫ് തീർക്കത്തേ ഉള്ളൂ, ആ ഒരു ശാപം കൂടെ എൻ്റെ മണ്ടയ്ക്ക് വന്നിരിക്കത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ശാലിനി ഇങ്ങനെ പറയാണ്. അപ്പോഴേക്കും ശാരദാമ്മ ചോദിക്കുകയാണ്, മോളെ ഈ ജന്മം എനിക്ക് എന്തെങ്കിലും നിങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ജീവിക്കുന്ന കാണാൻ പറ്റുമോ. ഉടനെ ശാലിനി പറയുകയാണ്, അമ്മയെ നല്ലൊരു ലൈഫ് കിട്ടുന്നത് ചിലപ്പോൾ സ്വർഗ്ഗത്തിൽ വെച്ചാണെങ്കിൽ അവിടെ തന്നെ ജീവിക്കുക, സ്വർഗ്ഗത്തിൽ ജീവിച്ച് ഞങ്ങൾ ഒന്നിച്ചോളാം, ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ജന്മത്തിൽ നമ്മൾ വീണ്ടും ഈ വീട്ടിൽ തന്നെ ജനിച്ച് അമ്മയും ഞാനും വിഷ്ണുവേട്ടനും പിന്നെ ശാന്തേച്ചി വേണം കേട്ടോ, ശാന്തേച്ചിയില്ലേ അമ്മ പണിയെടുത്ത് മടുക്കും എന്നുള്ള രീതിയിലൊക്കെ ഒരുമാതിരി വിഷമം ചേർന്ന ഒരു അവസ്ഥയിലാണ് ശാലിനി ഇത് പറയുന്നത്. അപ്പോഴേക്കും ശാരദാമ്മ വയ്ക്കും, മോളെ നിനക്കിതെങ്ങനെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയെ പറയാൻ തോന്നുന്നു, ഈ മനസ്സ് മുഴുവൻ സങ്കടക്കടൽ ആണെന്ന് എനിക്കറിയാം മോളെ എന്നൊക്കെ പറയുമ്പോഴേക്കും ശാലിനി വേഗം ശാരദാമ്മയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് അങ്ങ് കരയുവാണ്. പിന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചും കരയാണ്. എന്നിട്ട് പറയുകയാണ്, ഇനിയുള്ള ലൈഫെങ്കിലും നിങ്ങളൊന്നിച്ച് ജീവിക്കുക കാണണമെന്നുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയും. ഏകദേശം പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയില്ല, ഇനിയെങ്കിലും നിങ്ങളൊന്നിച്ച് പോട്ടെ എന്നുള്ളത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ്, ശത്രുക്കളൊക്കെ ജയിലിലൊക്കെ ആയില്ലേ എന്ന് പറയാണ്. അപ്പോഴേക്കും പറയാം, ആരോ പറഞ്ഞങ്ങളൊക്കെ തീർന്നു, ചെറിയ ചെറിയ തടസ്സങ്ങൾ മാറിയെന്ന് മാത്രമേ ഉള്ളൂ, ഇതിനേക്കാളും വലിയൊരു ശത്രുവാണ് ഇപ്പം. ശത്രുവിന് വേണ്ടി ഞാൻ ഒരുപാട് ബ്രെയിൻ പ്രവർത്തിപ്പിച്ചേ പറ്റത്തുള്ളൂ, തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഉപയോഗിച്ച് എൻ്റെ ലൈഫ് ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരാളാണ് നമ്മൾ മനസ്സിൽ പോലും ആ പേര് പറയാൻ വിചാരിക്കാത്ത ഒരു വ്യക്തിയില്ലേ, ആ ആൾ സുസ്മിതയെക്കുറിച്ചാണ് പറയുന്നത്. അവളുടെ പേര് പറഞ്ഞ ആ ഒരു ദിവസം തന്നെ പോക്കാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ശാരദാമ്മയ്ക്ക് ഇത് കാണുമ്പോൾ കേൾക്കുമ്പോൾ അങ്ങ് പേടിയാവും. ശാരദാമ്മ മോളേന്ന് വിളിക്കുകയാണ്. അതേ അമ്മേ, സുസ്മിത ഇനിയിപ്പം വന്നാൽ നമുക്ക് നല്ല പണി കിട്ടുമെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. പിന്നീട് കാണിക്കുന്നത് സുസ്മിതയാണ് ജയിലിലാണ് കാണിക്കുന്നത്. സുസ്മിതയ്ക്ക് അവിടെ ജയിലിലാണെങ്കിൽ പോലും നല്ല ബഹുമാനം കാര്യങ്ങളും എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സുസ്മിതയുടെ റിലീസിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മന്ത്രി നേരിട്ടിടപെട്ട് സുസ്മിതയെ റിലീസാക്കാനുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കാണിക്കുന്നത്. ലാസ്റ്റ് സുസ്മിതയെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ.